ജിഷ കൊലക്കേസിൽ പ്രതി ആമിറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡിന് പോലീസിന് കോടതി അനുമതി നൽകി. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കും തിരിച്ചറിയൽ പരേഡ് നടക്കുക. അതേസമയം തനിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി ആമിറുൽ പോലീസിന് മൊഴി നൽകി. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വീട്ടിൽ എത്തിയതെന്നും ആമിറുൽ മൊഴി നൽകി. ജിഷയുടെ കൊലപാതകത്തിൽ ജിഷയുടെ പിതാവിന്റെ പരാതിയും പരിശോധിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. കൊലപാതകത്തിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നായിരുന്നു ജിഷയുടെ അച്ഛന്റെ പരാതി. കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് പുരോഗമിക്കുന്നത്. പ്രതി ആമിറുൽ ഇസ്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നും DGP വ്യക്തമാക്കി. അക്യൂസ്ഡ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണോ, നമുക്ക് കുറച്ചുകൂടി പ്രൊസീജിയറൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. അപ്പോൾ കാരണം നമ്മുടെ ഈ ഇൻട്രോഗേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല. പിന്നെ കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യാമല്ലോ. കുട്ടിയുടെ ഫാദർ കുറച്ച് അലിഗേഷൻ ദാറ്റ് ഓൾസോ വിൽ ബി ടേക്കൻ ഇൻ ടു അക്കൗണ്ട് വൈൽ ഡൂയിങ് ദ ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ ഇതുവരെ ഞങ്ങളെല്ലാം ഓൺലി പ്രിലിമിനറി സ്റ്റേജിലാണോ. ഇപ്പോൾ സത്യം ചോദിച്ചാൽ ടോട്ടൽ ഒരു ഇൻട്രോഗേഷൻ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇതുവരെ ഞാൻ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ പല സ്റ്റേറ്റിലെ വിദേശത്തിൽ പോലെ ചെയ്തിട്ടുണ്ടോ. ഞാൻ ഇതൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങളും ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് എൻ്റെ ഇത് പ്രകാരം അത് കറക്റ്റ് അല്ല. അന്യസംസ്ഥാന തൊഴിലാളികളിൽ അധികവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകൾ. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 42 കേസുകളാണ് ഇവർക്കെതിരെ പെരുമ്പാവൂർ എക്സൈസ് എടുത്തത്. കോടികൾ വില വരുന്ന ബ്രൗൺ ഷുഗറും കഞ്ചാവുമാണ് ഇവർക്കിടയിൽ വിറ്റുവരുന്നത്. പെരുമ്പാവൂരിൽ മാത്രം 4 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ഇവർ കൃത്യമായി ഒരു പ്രദേശത്ത് താമസിക്കാറില്ല. ഇവരിൽ ഭൂരിഭാഗവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണെന്ന് പെരുമ്പാവൂരിലെ എക്സൈസ് വിഭാഗം പറയുന്നു. എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 9 കിലോ കഞ്ചാവും 40 ഗ്രാം ബ്രൗൺ ഷുഗറുമാണ് ഇവരുടെ മക്കളിൽ നിന്ന് കണ്ടെടുത്തത്. 42 കേസുകളും ഈ കാലയളവിൽ ഇവർക്കെതിരെ എടുത്തതായും എക്സൈസ് വിഭാഗം പറയുന്നു. ഈ കേസിൽപ്പെട്ടവർ, ഞങ്ങൾ എടുക്കുന്ന കേസിൽപ്പെട്ടവരെല്ലാം ലഹരി നല്ലപോലെ ഉപയോഗിക്കുന്നവരാണ്. ചിലപ്പോൾ അവരെ കൊണ്ടുവരുന്നത് അവരുടെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ലഹരി വസ്തുക്കൾ അവർ കൊണ്ടുവരുന്നത്. കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, അതാണ് അവരുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ളത്. ബ്രൗൺ ഷുഗറാണ് അവർക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ബ്രൗൺ ഷുഗറാണ്. ചെറിയ ഒരു പൊതി ആയാലും നമുക്ക് പിടിക്കപ്പെടാം. മറ്റത് നമ്മൾ ബൾക്കായിട്ട് കാണും. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് പെരുമ്പാവൂരിൽ അധികമായുള്ളത്. അക്രമവാസന കാട്ടുന്ന ഇവർ ലഹരിക്കടിമയാകുന്നതോടെ ക്രൂരമായ കൊലപാതകം വരെ നടത്തുന്നു. ജിഷയുടെ കേസിലെ പ്രതിയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. 1 കിലോഗ്രാം ബ്രൗൺ ഷുഗറിന് 1 കോടിയിലധികം രൂപയാണ് വില വരുന്നത്. ഇത് വ്യാപകമായി കേരളത്തിലെത്തിക്കുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് എക്സൈസ് പറയുന്നത്. കേരളത്തിൽ വന്നുപോയിക്കൊണ്ട് നിൽക്കുന്ന ഇടനിലക്കാരായ അന്യസംസ്ഥാനക്കാരാണ് ഇതിന് പിന്നിൽ. വരും ദിവസങ്ങളിൽ തൊഴിലാളികൾക്കിടയിൽ ശക്തമായ പരിശോധനകൾ നടത്താനാണ് എക്സൈസ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊച്ചി മെട്രോയുടെ ഭാഗമായി നടപ്പാക്കുന്ന സംയോജിത ജലഗതാഗത വികസന പദ്ധതിക്കായുള്ള അന്തിമ കരാറിൽ ഒപ്പുവെച്ചു. സംസ്ഥാന സർക്കാരും KMRലും ജർമ്മൻ വായ്പാ ഏജൻസിയായ KfWയും തമ്മിലാണ് ഒപ്പുവെച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പിട്ടത്. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, വിശദാംശങ്ങൾ. പ്രജീഷ്, കൊച്ചിയിലെ ജലഗതാഗതം ആധുനികവൽക്കരിക്കുന്നതിനും ജലപാതകളെ കൊച്ചി മെട്രോയുമായി ബന്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നതാണ് സംയോജിത ജലഗതാഗത വികസന പദ്ധതി. അരൂർ മുതൽ വാരാപ്പുഴ വരെയുള്ള പ്രദേശങ്ങളെയും ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകളെയും ജലഗതാഗതം വഴി മെട്രോയുമായി ബന്ധിപ്പിക്കും. തദ്ദേശവാസികൾക്ക് മെട്രോ യാത്ര സൗകര്യമൊരുക്കുന്നതിനൊപ്പം വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ജർമ്മൻ ബാങ്കായ KfWവിന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനുള്ള ധാരണാപത്രമാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. ഈ പദ്ധതി ചെലവ് 747 കോടി രൂപയാണ്. ഇതിൽ 597 കോടി രൂപ ജർമ്മൻ ബാങ്കാണ് വായ്പയായി നൽകുന്നത്. ഇതിനുള്ള ധാരണാപത്രത്തിൽ KMRL MD എലിയാസ് ജോർജും അതോടൊപ്പം തന്നെ KfW ഡയറക്ടർ പീറ്റർ ഹില്ലിക്സും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ഇത്തരത്തിലുള്ള രാജ്യത്തെ തന്നെ ആദ്യത്തെ പദ്ധതിയാണിത്. ഇതിന്റെ ഭാഗമായി ബോട്ടുകളെ ആധുനികവൽക്കരിക്കും. കൊച്ചി മെട്രോ റെയിലിൽ ലഭ്യമാകുന്ന തരത്തിലുള്ള എല്ലാ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും ബോട്ടുകളിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ജലപാതകളെയും നവീകരിക്കുകയും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്യും. ഈ പദ്ധതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ദ്വീപുകളിലുള്ളവർക്കും അതോടൊപ്പം തന്നെ ജലപാതകളെ ആശ്രയിക്കുന്നവർക്കും മെട്രോയിലേക്ക് എത്തുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായിരിക്കും ഈ പദ്ധതി. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കനത്ത മഴയിൽ കൃഷിനാശമടക്കം വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്.
2 കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജില്ലാ ഭരണകൂടങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, കനത്ത മഴ 22 വരെ തുടരും. ഒരു നാശനഷ്ടമടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുള്ളത്? നിർദ്ദേശങ്ങൾ എന്തൊക്കെ നൽകുന്നു? പ്രജീഷ്, എല്ലാ ജില്ലാ ഭരണകൂടങ്ങൾക്കും സംസ്ഥാന സർക്കാർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് 22-ാം തീയതി വരെ ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും എന്നാണ്. കഴിഞ്ഞ ദിവസമാണ് കാലവർഷം സംസ്ഥാനത്തുടനീളം സജീവമായത്. 12 സെന്റിമീറ്ററിന് മുകളിൽ വിവിധയിടങ്ങളിൽ ഇന്ന് തന്നെ ഇന്നലെയും ഇന്നുമായി മഴ ലഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും 12 മുതൽ 22 സെന്റിമീറ്റർ വരെ അതിശക്തമായ മഴ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒപ്പം തന്നെ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ ദുരന്ത നിവാരണ വിഭാഗവും നൽകുന്നുണ്ട്. ഒപ്പം വിവിധ ഇടങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശത്തിനുള്ള പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതായത് ഡാമുകൾ തുറക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നദീതീരത്തുള്ളവർ മുൻകരുതലെടുക്കണമെന്നും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകുന്നുണ്ട്. എല്ലാ ജില്ലാ ഭരണകൂടങ്ങൾക്കും ദുരന്തങ്ങൾ നേരിടാനുള്ള പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന നേരത്തെ തന്നെയുള്ള നിർദ്ദേശവും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇവയാണ്. അതായത് വിവിധയിടങ്ങളിൽ മരം വീണ് വ്യാപകമായി നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വൈദ്യുത ലൈനുകൾ വ്യാപകമായി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ തകർന്നിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ ഈ നാശനഷ്ടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും പൂർത്തീകരിക്കാനായിട്ടില്ല. പലയിടങ്ങളിലും വൈദ്യുത ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ സംബന്ധിച്ച മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അതായത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയായാൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ മഴ വീണ്ടും ശക്തമാവും. അടുത്ത 3 ദിവസം അതിശക്തമായ മഴയായിരിക്കും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായാൽ അതുകൊണ്ട് അത് കാരണം ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകുന്നത്. എന്തായാലും 22-ാം തീയതി വരെ സമാനമായ നല്ല മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നാശനഷ്ടം വിതച്ച് മഴ തുടരുകയാണ്. ഇന്നലത്തെ കനത്ത കാറ്റിലും മഴയിലുമായി 100 കണക്കിന് നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായത്. ചെങ്കൽച്ചുള ഫയർ സ്റ്റേഷനിൽ മാത്രമായി 2 മണിക്കൂറിനിടെ സഹായം ചോദിച്ചെത്തിയത് 120-ലേറെ കോളുകളാണ്. 50 വർഷത്തെ ഫയർ സ്റ്റേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം കോളുകൾ എത്തുന്നത്. വാട്ടർ ടാങ്കിന് താഴെ അല്ലേ മരം വീണ് കിടക്കുകയാണ് അല്ലേ? ഇടതടവില്ലാതെ ചിലയ്ക്കുന്ന ഫോൺ എടുക്കുന്ന ഫയർമാന്റെ മുഖത്ത് ഉദ്വേഗം കലർന്ന ആകാംക്ഷ. ഫോണിന്റെ മറുതലക്കലിൽ നിന്നും കേൾക്കുന്ന സന്ദേശം രജിസ്റ്ററിൽ കുത്തിക്കുറിക്കുന്നു. ഇന്നലെ വൈകിട്ട് 4-നും 6-നും ഇടയിൽ മാത്രം 126 ഫോൺ കോളുകളാണ് തിരുവനന്തപുരം ചെങ്കൽച്ചുള ഫയർ സ്റ്റേഷനിലെത്തിയത്. 50 കൊല്ലത്തെ ഈ സ്റ്റേഷന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും വലിയ മഴക്കെടുതി നേരിടേണ്ടി വരുന്നതെന്ന് സ്റ്റേഷൻ ഓഫീസർ ദിലീപ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം 100-ൽ കൂടുതൽ 125ഓളം കോൾ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവിടേക്കെത്തുന്ന ഓരോ ഫോൺ കോളിലും പതിയിരിക്കുന്നത് ജീവന്റെ തുടുപ്പ് കലർന്ന അപേക്ഷയാണെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഒരു നിമിഷം പോലും പാഴാക്കാൻ ഇവർക്കില്ല. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇവർ കുതിക്കുകയാണ് ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ. ക്യാമറമാൻ RK കുമാറിനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ നിന്നും KSU പ്രതിനിധി പുറത്തായി. JS അഖിലാണ് ഹൈക്കോടതി വിധിയെ തുടർന്ന് പുറത്തായത്. ഐ ഗ്രൂപ്പ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയായിരുന്നു അഖിലിനെ പുറത്താക്കാൻ ഹർജി നൽകിയത്. വയനാട് മാനന്തവാടിയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. തലപ്പുഴ ചിറക്കരയിൽ കഴിഞ്ഞ ദിവസം രാത്രി ആയുധധാരികളായ 6-അംഗ സംഘം എത്തിയതായാണ് വിവരം. ചിറക്കരയിലെ എസ്റ്റേറ്റ് പാഴിയിൽ 3 സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘത്തെ കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ കാട്ടുതീ എന്ന മാവോയിസ്റ്റ് ലഘുലേഖയും വിതരണം ചെയ്തിട്ടുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യം സംബന്ധിച്ച അന്വേഷണങ്ങൾ പോലീസ് തണ്ടർബോൾട്ട് സംഘങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മാനന്തവാടി അഗ്രഹാര റിസോർട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് നേതാവ് ഷൈനയെ പോലീസ് കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി കാലാവധി നീട്ടിവാങ്ങിയിരുന്നു. വയനാട് പള്ളിവയലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ വനം വകുപ്പിന്റെ പിടിയിൽ. ഇന്ന് പുലർച്ചെയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ വീണത്.
ഇന്നലെ രാവിലെയോടെയാണ് നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് പള്ളിവയലിൽ അവശനിലയിലായ കടുവയെ സ്വകാര്യ കാപ്പിത്തോട്ടത്തിൽ കണ്ടത്. ഉച്ചയോടുകൂടി കടുവയെ പിടികൂടുന്നതിന് വനം വകുപ്പ് കാപ്പിത്തോട്ടത്തിൽ കൂട് സ്ഥാപിച്ചു. ഇന്ന് പുലർച്ചെ കടുവ പിടിയിലാവുകയും ചെയ്തു. 9 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് കൂട്ടിലായത്. വയറിനു താഴെ സാരമായി പരിക്കേറ്റ കടുവ തീർത്തും അവശനിലയിലാണെന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ ജിജിമോൻ പറഞ്ഞു. പിടിയിലായ കടുവയെ ബത്തേരി വൈൽഡ് ലൈഫ് ഓഫീസിലെത്തിച്ചു. ഇവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തൃശൂരോ തിരുവനന്തപുരത്തോ മൃഗശാലയിൽ കൊണ്ടുപോകാനാണ് തീരുമാനം. അതേസമയം 2 വർഷത്തിനിടെ വയനാട്ടിലെ ജനവാസ മേഖലയിൽ നിന്നും വനംവകുപ്പ് പിടികൂടുന്ന 8ാമത്തെ കടുവയാണിത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ഇന്ത്യയുടെ സൈനിക മേഖലയിൽ ചരിത്രമെഴുതി 3 വനിതാ യുദ്ധ പൈലറ്റുമാർ വ്യോമസേനയുടെ ഭാഗമായി. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ സ്വദേശികളായ 3 വനിതാ യുദ്ധ പൈലറ്റുമാരാണ് ആദ്യ സംഘത്തിൽ ഉള്ളത്. 2017ഓടെ ഇവർ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ കോക്പിറ്റിൽ എത്തും. ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ ആദ്യമായാണ് 3 വനിതാ യുദ്ധ പൈലറ്റുമാർ വ്യോമസേനയുടെ ഭാഗമായത്. ഫ്ലൈറ്റ് കേഡറ്റുമാരായ ബീഹാർ സ്വദേശി ഭാവന കാന്ത്, മധ്യപ്രദേശ് സ്വദേശി അവനി ചതുർവേദി, രാജസ്ഥാനിൽ നിന്നുള്ള മോഹന സിംഗ് എന്നിവരാണ് ആദ്യ സംഘത്തിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത്. ഹൈദരാബാദിലെ എയർഫോഴ്സ് അക്കാദമിയിലായിരുന്നു ഇവരുടെ പരിശീലനം. പരിശീലനകാലത്ത് 150 മണിക്കൂർ ഇവർ യുദ്ധവിമാനങ്ങൾ പറത്തിയിരുന്നു. സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങൾ പറത്തും മുമ്പ് കർണാടകയിലെ ബിഡാറിൽ 1 വർഷത്തെ പരിശീലനം കൂടി ഇവർക്ക് പൂർത്തിയാക്കാനുണ്ട്. പരിശീലനം പൂർണ്ണമായി കഴിയുന്ന 2017 ജൂണോടുകൂടി ഇവർക്ക് സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളുടെ കോക്പിറ്റിൽ എത്താനാകും. 6 പേരാണ് വനിതാ ഫൈറ്റർ പൈലറ്റുമാരുടെ അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിലും പരിശീലന കാലയളവിൽ ഏറ്റവും സമർത്ഥരായ 3 തെരഞ്ഞെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട്ടിൽ നെൽകൃഷി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ തരിശിടങ്ങളിൽ കൃഷി ഇറക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ പദ്ധതി. ഇതിനായി തരിശായ നെൽപ്പാടങ്ങൾ കണ്ടെത്തി പട്ടിക നൽകാൻ കൃഷി ഓഫീസർമാർക്ക് ജില്ലാ കളക്ടർ കെ ശിവേന്ദ്രകുമാർ നിർദ്ദേശം നൽകി. 2 വർഷത്തിലധികമായി കൃഷി ചെയ്യാത്ത നെൽപ്പാടങ്ങളിൽ ഇനി നെല്ല് വിളയും. ആദ്യഘട്ട വിവരശേഖരണം നടക്കുകയാണിപ്പോൾ. പാടശേഖര സമിതികൾ, സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീകൾ എന്നിവരെ സഹകരിപ്പിച്ചാണ് കൃഷി ഇറക്കുക. നെൽകൃഷി കുറയുന്നത് ജില്ല നേരിടുന്ന വരൾച്ചയുടെ പ്രധാന കാരണമായി ജില്ലാ കളക്ടർ കെ ശിവേന്ദ്രകുമാർ പറയുന്നു. 3-4 വർഷം വരെ കൃഷിയില്ല, പിന്നെ ഒരു കരഭൂമി പോലെയാവും. ആ ഭാഗത്തിൽ വാട്ടർ ടേബിൾ നമ്മുടെ ഈ വേനൽക്കാലിലെ ആ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടായിരുന്നു. ഏത് ഭാഗത്തിൽ കൃഷി, വയൽ കൃഷി തീരെയില്ല, ആ ഭാഗത്തിൽ കൂടുതൽ പ്രശ്നമായിട്ട് വന്നു. സോ ആ 2 പർപ്പസ്, ഒരെണ്ണമാണ് ഇതിൽ കർഷകർക്ക് ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട്, സബ്സിഡി സപ്പോർട്ട് വേണം. കൃഷി ലാഭകരമാക്കണം. തനതു വിത്തിനങ്ങളിൽ നിന്നുള്ള നെല്ലുൽപാദനത്തിന് നല്ല വിപണി സാധ്യതകൾ കണ്ടെത്തണം. നെൽകൃഷിക്ക് ആവശ്യമായ പ്രോത്സാഹന പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്നിങ്ങനെ പദ്ധതിക്കായി വിപുലമായ മാർഗരേഖകളാണ് ജില്ലാ ഭരണകൂടം തയ്യാറാക്കുന്നത്. ജൈവ കൃഷിക്കാണ് പ്രാധാന്യം നൽകുക. നെൽവയലുകളുടെ തരംമാറ്റലിൽ നിബന്ധനകൾ കർശനമാക്കാനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. അനൂപ് കയാർ, വയനാട്. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഏലക്കയ്ക്ക് ഡിമാൻഡ് കുറയുന്നു. കൃത്രിമമായ നിറം ചേർക്കലും അമിതമായ കീടനാശിനി ചേർക്കലുമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏലക്ക പിന്തള്ളപ്പെടാൻ കാരണം. UK, ലണ്ടൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, USA എന്നിവിടങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിന്നും പ്രധാനമായും ഏലക്ക കയറ്റി അയച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 വർഷങ്ങളായി ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഏലക്കയ്ക്ക് വിപണിയിൽ ഡിമാൻഡ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ അടക്കം ഏലം വിപണിക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഏലക്ക കയറ്റി അയച്ച കണ്ടെയ്നറുകൾ തിരിച്ചയക്കുന്ന സാഹചര്യമാണുള്ളത്. ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുണ്ടായിരുന്ന കേരളത്തിലെ അടക്കം ഏലക്ക അയൽ രാജ്യങ്ങൾ തിരിച്ചയക്കുന്നതിന് പ്രധാന കാരണം ഏലക്കകളിൽ ചില കർഷകർ കൃത്രിമമായി നിറം ചേർക്കുന്നതും നിലവിലുള്ള അമിതമായ കീടനാശിനികളുടെ പ്രയോഗവുമാണെന്ന് മയിലാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അൻസാർ അലി പറഞ്ഞു. 2-3 വർഷമായിട്ട് എല്ലാ രാജ്യങ്ങളും പറയുന്നത് ഒരു സാധനം ഇന്ത്യയിൽ നിന്ന് വേണ്ട, പ്രത്യേകം ഏലക്ക വേണ്ട. എന്താ നോക്കുമ്പോൾ വിഷാംശങ്ങൾ. കൃത്യമായി പരിപാലനം നടത്തുകയും വിളവെടുക്കുന്ന ഏലക്കായകൾ കഴുകി ഉണക്കുകയും ചെയ്താൽ കായുടെ യഥാർത്ഥ നിറം ലഭിക്കുന്നതാണ്. കൂടാതെ അമിതമായ കീടനാശിനികളുടെ പ്രയോഗം കുറയ്ക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള ഏലക്ക ഉൽപ്പാദിപ്പിച്ചിരുന്ന ഇടുക്കിയിലെ അടക്കം ഏലക്കകൾ ആർക്കും വേണ്ടാത്ത സാഹചര്യമാകുമെന്നതിന് സംശയമില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി പഞ്ചായത്ത് പരിധിയിലെ 3 റോഡുകളുടെ നിർമ്മാണം വനംവകുപ്പ് തടഞ്ഞു. വനാതിർത്തിയിലെ ആദിവാസി ഊരുകളിലേക്ക് വനാവകാശ നിയമപ്രകാരം MLA ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച റോഡാണ് വനംവകുപ്പ് തടഞ്ഞത്.
വനാതിർത്തിയിലെ റോഡ് നിർമ്മാണം വനം വകുപ്പ് തടഞ്ഞതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. അടിമാലി പഞ്ചായത്തിലെ 3 റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനമാണ് വനം വകുപ്പ് തടഞ്ഞത്. മുൻപ് DFO അനുമതി നൽകി ആരംഭിച്ച റോഡ് നിർമ്മാണവും ടാറിങ്ങും പുരോഗമിക്കവെയാണ് പുതിയ മൂന്നാർ DFOയുടെ നിർദ്ദേശപ്രകാരം പണികൾ വനം വകുപ്പ് തടഞ്ഞത്. ഇടുക്കി ജില്ലയിലെ 100 കണക്കിന് വരുന്ന ആദിവാസി സങ്കേതങ്ങളിലെ വികസനത്തെ ആകെ അട്ടിമറിക്കുന്ന തരത്തിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി പുതിയൊരു ഉത്തരവ് നടപ്പാക്കിയിരിക്കുകയാണ്. ഇനി ആദിവാസി സങ്കേതങ്ങളിലേക്കുള്ള വഴികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കോൺക്രീറ്റുകൾ പാടില്ല എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 27 ആദിവാസി സെറ്റിൽമെൻറ്റുകളിലെയും വികസന പ്രവർത്തനത്തെ പിന്നോട്ടടിപ്പിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വനം വകുപ്പിന്റെ നടപടിയോടെ ആദിവാസി ഊരുകളിലേക്കുള്ള വാഹന സഞ്ചാരമാണ് തൃശങ്കുവിലായത്. 2006 കേന്ദ്ര വനാവകാശ നിയമപ്രകാരം ആദിവാസികളുടെ സഞ്ചാരത്തിനായി റോഡ് നിർമ്മിക്കാമെന്നിരിക്കെയാണ് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് നിർമ്മാണം വനം വകുപ്പ് തടഞ്ഞിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.